ഇന്നെന്താണെന്നറിയില്ല, നമ്മൾ നേരത്തെ ഇങ്ങോട്ട് നീച്ചപാട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി കണ്ട് നേരെ കിച്ചണൊക്കെ ഒന്ന് പോയി നോക്കിയത്. അവിടെ ചെന്നപ്പോ എന്തോ വലിയ പരിപാടി കഴിഞ്ഞമാരി പാത്രങ്ങളൊക്കെ ഇങ്ങനെ അട്ടിക്കിട്ടുകൊണ്ട് കൊട്ടത്താത്തിൽ. അതിന്റെ ഇടയിൽ ഇമ്മാന്റെ വർത്താനോ കൈപ്പല വരുത്തായിട്ട് വയ്യ മോനോന്ന്. പക്ഷേ നമുക്കുള്ള രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇമ്മാക്ക കൈപ്പല വേദന ഇന്നുമ്പോ ചിന്തിച്ചു. ഇന്നായിക്കോട്ടെ, ഇമ്മകൾ കുറച്ചു നേരം അവിടെ ഇരുന്നോളി, പാത്രങ്ങളൊക്കെ നമ്മളോട് മോരി തരാതെ നമ്മളാണ് നീട്ടി. ഇമ്മാന്റെ ഇരുത്തത്തിൽ തന്നെ ഉണ്ട് ഇമ്മാന്റെ വേദന എത്രത്തോളം പ്രശ്നമാണ്. അങ്ങനെ പാത്രം മോറി കൊടുക്കലും അടിച്ചോറി കൊടുക്കലും തുടക്കലും ഒക്കെപ്പാടെ കഴിഞ്ഞ് ആലന്റെ ഉള്ളതൊന്ന് നിരത്തി ഒന്ന് ക്ലീൻ ആക്കിയാണ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് അസുഖം ഉണ്ടാവുമ്പോൾ നമ്മളൊരു ഭാഗത്ത് ചുണ്ടൂടി കിടക്കാൻ. പക്ഷെ ഇമ്മാർക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ആയാലും രാവിലത്തെ ആയാലും രാത്രിക്കത്തെ ആയാലും ഫുഡ് മേശപ്പുറത്ത് റെഡിയാക്കാം. അതിന് നമ്മളെ പ്രത്യേക സംഭവം. പൊതുവെ ആണുങ്ങൾക്ക് കിച്ചണിന്റെ ഉള്ളത്തെ പാത്രങ്ങൾ മോറി കൊടുക്കലും അടിച്ചോരി കൊടുക്കലും തുടച്ചു കൊടുക്കലൊക്കെ എന്ന് പറഞ്ഞാലേ എന്തോ പോലെയാണ്. പക്ഷെ പൊതുവെ അങ്ങനെ ആരും ചെയ്ത് കൊടുക്കലില്ല. കിച്ചണിന്റെ ഉള്ളിൽ പണിയെടുക്കണം അമ്മാരെ ഒരു കസാരയിൽ ഇരുത്തിയിട്ടേ നമ്മളാ പാത്രവും അടിച്ചോരി കൊടുക്കലും തുടച്ചെടുക്കലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ സമാധാനം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് നമ്മളെ പെരണ്ടുള്ളിലാണ്. അപ്പൊ നമ്മളെ പെരണ്ടുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാരിപ്പാനി കഷ്ടപ്പാട്. അതിനനുസരിച്ചിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് നമ്മൾ നേരെ കോട്ടോപ്പാടത്തേക്ക് ഒന്ന് പോയി. കാരണം അക്ഷയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. കുറെ ആയി അങ്ങോട്ട് പോകണം. കാരണം പോയി ഇപ്പൊ നമ്മളെ പെരീത്ത പോലെ ആയിക്കണം. ഇയാൾ നമ്മളെ കാണുമ്പോൾ പറയും എന്തിനാ പറ്റി വന്നിക്കണു വെറുതെ പറഞ്ഞിട്ടില്ലേ. കാരണം നമ്മളെ പഠിപ്പിച്ച ഉസ്താദാണ് ഇപ്പൊ അക്ഷയന്റെ ഓണർ. കാരണം ഇയാളില്ലാതെ അക്ഷയ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഈ സംശയം. അപ്പൊ പിന്നെ കണ്ടന്റ് കൂടുതലൊന്നും കിട്ടാത്തോടെ നമ്മളിപ്പോ ഇന്ന് ഇതും ഒതുക്കിക്കണം. അപ്പൊ ബാക്കി നാളെ